എന്ന് സ്വന്തം കൊച്ചുണ്ണി അയ്യോ പോയേ. എടി ആ കൊച്ചുണ്ണി എന്നെ ചതിച്ചടി. അയ്യോ എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ഹലോ പാപ്പച്ച, ഭയങ്കര സന്തോഷത്തിലാണ്. എന്ത് പറ്റി? സന്തോഷം താണ് സങ്കടം താണ് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പൊ ഇതെന്നതാ, സങ്കടമാണോ സന്തോഷാണോ? സങ്കടം. സങ്കടമാണോ? എന്നാ പറ്റി സങ്കടത്തിന്? എന്റെ സർവത്രേ പോയി. ഒരു സർവത്ത് പോയെങ്കിൽ പോട്ടെ, വേറെ ഒരെണ്ണം ഉണ്ടാക്കി കുടിക്കണം. സർവത്തല്ലടോ, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയത്. അതെ അതെ അതെ, എന്താ 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 പാപിച്ച പ്രശ്നം? എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ? അത് എന്നാന്നറിയല്ലേ, ഇങ്ങനെ എന്തോ പോയെന്ന് പറയുന്നു. അത് എന്താന്ന് പറഞ്ഞെങ്കിലല്ലേ നമുക്ക് അതെന്താന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും പേരില്ലേ ഇവിടെ തപ്പിയെടുത്ത് തരുവേ പാപിച്ച. അതല്ല, ഇത് കൊച്ചുണ്ണി എഴുതിട്ട് പോയ കത്താണ്. ഇതൊന്ന് വായിച്ചേ. വായിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് വായിക്കും. എത്രയും ബഹുമാനപ്പെട്ട മുതലാളി അറിയുവാൻ. എന്തൊരു ബഹുമാനം ഉണ്ടെന്ന്. മുതലാളി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയ 1,00,000 രൂപയുമായി ഞാൻ ദുബായിക്ക് പറക്കുകയാണ്. അയ്യോ, ഇത് തിന്ന പപ്സിന്റെ നന്ദിയായി കരുതുക. തിന്ന ചോറിന്റെ നന്ദി എന്നല്ലേ പറയണ്ടേ? കൂണ് കച്ചവടമില്ലല്ലോ, അതാണ് പപ്സാക്കിയത്. നന്ദിയുള്ളവനാട്ടോ എന്തൊക്കെ പറഞ്ഞാലും. മുതലാളി ഇനി എന്നെ അന്വേഷിക്കണ്ട, കാശ് ഇന്ന് പോകും നാളെ വരുമെന്നാണല്ലോ. ഈ കാശ് ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നു, നാളെ വരുമെന്ന പ്രതീക്ഷയിൽ മുതലാളി ജീവിക്കാം. ഈ കത്ത് ഞാൻ എങ്ങനെ എഴുതി എന്നാവും ചിന്തിക്കുന്നത് അല്ലേ? അല്ലേ? അതാണ് ഇത് ഞാൻ കല്യാണിയെ കൊണ്ട് എഴുതിച്ചത്. മുതലാളിക്ക് എങ്ങനെ ഒരു പണി തരുമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. ഇതിലും വലിയ പണി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് സ്വന്തം കൊച്ചുണ്ണി. ചങ്കുവേനാണോ? കല്യാണി ചോര വരുവാണെങ്കിലേ വരുമോ? കുടി കുടി. നമ്മുടെ കടയിലെ ചായ. ഈ കടന്ന് പച്ചവെള്ളം എനിക്ക് തരാൻ പാടില്ല. പാപ്പച്ച മാറ്റം വിട്ട് പോകുന്നു. ഇവളല്ലേ കൊച്ചുണ്ണിക്ക് കത്തെഴുതി കൊടുത്തത്? അതെന്തിനാന്ന് ചോദിച്ചു. മുതലാളിയും കൊച്ചുണ്ണി എന്നോട് പറഞ്ഞു, അവൻ അഭിനയിക്കുന്ന മുതലാളിയും തൊഴിലാളിയും പിന്നെ ഞാൻ പറയുന്ന നാടകത്തിന്റെ ഡയലോഗാണ്, അതുകൊണ്ടല്ല ഞാൻ എഴുതി കൊടുത്തേ. നീയൊക്കെ നാടകം കളിച്ച് നശിപ്പിച്ച എന്റെ ജീവിതോടി. ശീനി എന്റെ കടയിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. എന്നാണ് എന്നെ കൈ കാലം കാണിക്കുന്നത്? ആവശ്യമില്ലാത്ത കാണിച്ചു വെച്ചിട്ട് ജോലി. അവള് പറഞ്ഞേട്ടാ മാട്ടക്കടയെന്ന്. ഇത്രയും കാലം എന്റെ ചായയും മിച്ചം വന്ന പപ്സും തിന്ന് കൊഴുത്തു കഴിഞ്ഞപ്പോ അവൾക്ക് ഇത് മാട്ടക്കടയായി. അതെ, അവൾ അവളുടെ സത്യം പറഞ്ഞു. അതിന് നമ്മളെ വിഷമിക്കുന്നത് എന്തിനാണ്? ശരിയാ. വൈദേഹി പോകയായി വനവാസകാലമായി, വൈദേഹി പോകയായി വനവാസകാലമായി, രാമരാജധാനി വീണ്ടും ശൂന്യമായി, വിമുഖയായി സരയൂ നദി. ഒരാൾ പിണങ്ങി പോകുമ്പോഴേലും കുളിച്ചിട്ട് വരണ്ടേ കടയിൽ? ആണ്ട് അവളെ ഏതാണ്ട് എടുക്കുന്നു. വണ്ടിക്കൂലി ആയിരിക്കും. മന്ത്രം ജപിക്കുന്നു. ഇതെന്തോ കൊനഷ്ടാട്ടോ. ഈ കട മുടിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ മൊട്ട ചെയ്ത കൂടോത്ര എന്നെ ഇവിടുന്ന് പറഞ്ഞു. കല്യാണി, കല്യാണി അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവള് തെറ്റ് ചെയ്തു. ഇവള് തെറ്റിയാണ്. തെറ്റ് ചെയ്തിട്ടില്ല. ഇവള് പാവമാണ്. നീ അല്ലല്ലോ. അവൻ പറഞ്ഞിട്ട് അവന് വേണ്ടി എഴുതിയതല്ലേ നീ? അല്ലല്ല, നിന്നെ കുറ്റം പറഞ്ഞാണ്. എറിഞ്ഞു പൊട്ടിക്കാം. ഉള്ളിലേക്കിട്ടോ. ഞാൻ പറഞ്ഞേക്ക്, മോള് പാവല്ലേ? ഇതല്ലേ താരിക്കിട് പൊട്ടതാ ടിക്കിതാ തത്തതാ. അയ്യേ, നീ മുട്ട എന്നെ എടുക്കാനാ? ഇതെന്താ? ബാഗ്
അതെ ഈ മുട്ട ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? ഒരു ബുൾസൈ അടിച്ചേർത്തേ. അത് നല്ലത്. ഒരു ബുൾസ അടിച്ചിട്ട് ഇച്ചിരി കുരുമുളക് ഉപ്പിട്ട് സ്വന്തമായിട്ട് അടിക്കുന്നതല്ലേ? അതെ. അതും അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ ഫ്രീ ആണോ? ഫ്രീ ആണ്. മുട്ടയ്ക്ക് അടയിരിക്കാൻ പറയൂ. തനിക്കോണ്ടല്ലോ അതിനെ കൊണ്ട് അടയിട്ട്. ഇവിടെ ഇന്ന മുട്ട ഞങ്ങളുടെ ബാധ്യതയാവും. അതെ അതെ അതെ. ഇനിയിപ്പോ മുട്ടയായി നീയായി നിന്റെ പാടായി. ഈ മുട്ട വലിയൊരു ബാധ്യതയായാലും ഇത് എവിടെ കൊണ്ട് കളയും? എൻ്റെ കടയിലേക്ക് എത്തിയാൽ അതും പ്രശ്നമാണ്. ആഹാ, ഫ്രീ ആയിട്ട് പണ്ടോ കയ്യിൽ വെച്ച് കൊടുത്തേ. പോയേ. അല്ല, എടുത്തോണ്ട് പോയേ. കൈ നീട്ടി നിൽക്കണ പോയേടാ. വേണ്ടല്ലേ? ആഹാ, അങ്ങോട്ടുണ്ടോ? കൈ നീട്ടി നിൽക്കുവാണോ? അതല്ലേ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് പോകുന്നു. മടക്കി വേ. ഇവിടെ മനുഷ്യന്മാരും ഇല്ലടാ. ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായിട്ട് തോന്നില്ലേ? ഇയാൾ ആരാ? ആരാന്ന്? ഉത്തമകലം തത്തമ്മ. തത്തമ്മേ? തത്തമ്മേ? കുരുവി കുരുവി പുരുഷൻ. നിർത്ത് നിർത്ത്. ഇയാളുടെ സ്ഥലം എവിടെയാ? തത്തമംഗലം. തത്തമംഗലം. പേരോ? ഉത്തമൻ. അപ്പൊ ഉത്തമൻ തത്തമംഗലം. ആ, നീ നേരത്തെ ചോദിച്ചോ എന്നോട്? കണ്ണൂർ സെൻട്രൽ ജയിലേ ആണുങ്ങൾക്കുള്ളതാ. അപ്പൊ നമ്മൾ എവിടുന്നാ വരുന്നേ? പൂജപ്പുര സെൻട്രൽ ജയിൽ. അപ്പൊ അതാണ്. വിളിക്കും. വെള്ളം കൊടുക്കാം, വെള്ളം കൊടുക്കാം. ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്ക്. വെള്ളം കാര്യമുണ്ട്, ആവശ്യമുള്ളത് പറഞ്ഞാ പോരായിരുന്നു. കഷ്ടം. അയ്യോ, വെള്ളം കൊടുക്ക്. എന്താ പണി കൊടുക്കാം? അല്ല, വെള്ളം കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാനാ വെള്ളം കൊടുക്കില്ല. കുഴപ്പമില്ല, വെള്ളം കുടിച്ചാ മാറിക്കോളും. മാറിക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ അത് മാറി. അത്ര അയ്യോ ഇവമേ, ഇത് വെള്ളമല്ല വിനാഗിരിയാ. മിണ്ടാതിരിയല്ലേ? മിണ്ടാതിരിയല്ല, വിനാഗിരി മേഡം, മേഡം ഒന്ന് വന്നേ മേഡം. അയ്യോ, ഇത് എന്താ ഇവിടെ? നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കില്ല. ഞാൻ പറയാം, ഈ ഇക്കിള് മാറാൻ ശ്വാസം ഒന്ന് വലിച്ച മുകളിലേക്ക് എടുത്ത് ഇത് ആയുർവേദം. ഇനി എന്റെ കണ്ണിലോട്ട് സൂക്ഷിച്ചു. വെള്ളം തന്നെ വടിയായെന്നാ തോന്നണേ. ജെനി, നീ കുടുങ്ങുവേ. അല്ല, ഇത് പേടിപ്പിച്ച ഇക്കിള് മാറും. ഒന്ന് ഒതുങ്ങി. വെള്ളം ഒഴിക്കേ. വെള്ളം തന്നെയാണല്ലോ അല്ലേ? മഴ മഴ കൂടെ കൂടെ പരസ്യം പാടുന്നു. മഴ മഴ കൂടെ കൂടെ ആയിട്ടോ വന്നേക്കണ്. തന്നെ താഴെ വീണതാ. തലക്കിട്ട് അടിച്ചാലോ തന്നെ താഴെ വീണു. അല്ല, അതെ, താൻ എന്തിനോട് വന്നു? വാട്ട് യു വാണ്ട്? എന്താണ് തനിക്ക് വേണ്ടത്? ഞാൻ എന്റെ മുറപ്പെണ്ണിനെ കാണാൻ വന്നതാ. അറിയോ, 9 മാസമായി. പിന്നെ ആശുപത്രി കാണിച്ചില്ലേ? ഡോക്ടറെ കാണിക്കുന്ന എന്തിന്? ഗർഭിണിയാന്നല്ലേ പറഞ്ഞേ? അതിന് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവഗീതം. കണ്ടാ പറയോടാ നീ ഇത്രക്കാരനാണെന്ന്. അതിനുള്ള പ്രാപ്തി ഉണ്ടോടാ നിനക്ക്? ആ 9 അല്ല, ഈ 9. പിന്നെ ഏതോ ഇനി ഏതോ പിതാട്ടോ. എന്റെ മുറപ്പെണ്ണ് കാണാതായിട്ട് 9 മാസമായി എന്നാ പറഞ്ഞേ. 9 മാസമായിട്ട് മുറപ്പെണ്ണിനെ കാണാൻ എന്നിട്ട് ഇപ്പോഴാണ് തിരക്കി വരുന്നത്. അതെ, ഇപ്പോഴാണ് തിരക്കി വന്നത്. ഞാൻ ജയിലിലായിരുന്നില്ല. എങ്ങനെയാ ജയിലിൽ പോയത്? ജയിലിൽ പോയത് വള്ളി തൂങ്ങി. ഓഹോ. അയ്യോ, അതല്ല, എന്ത് ചെയ്തിട്ടാ ജയിലിൽ പോയതെന്ന്. കൊലപാതകം. ആരെ? എങ്ങനെ? എന്റെ ആശാന്. ആശാനെ അങ്ങനെ കൊന്ന്? അന്ന് ഷിബുവിന്റെ കേറിക്കൊള്ളായിരുന്നു. ആരെ കയറി? എന്റെ സുഹൃത്ത് ഷിബുവിന്റെ കേറിക്കൊള്ളായിരുന്നു. ഞാനും ആശാനും കൂടി പണിയെടുത്തോണ്ടിരിക്കുക. ആശാൻ സ്റ്റൂളിന്റെ മുകളിൽ ഇരുന്ന് മെയിൻ ഡോർ സ്ക്രൂ ഇങ്ങനെ മുറുക്കുന്നു, ഞാൻ അടിയിൽ ഡോർ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അപ്പൊ ആശാൻ പറഞ്ഞു ആ ഉളി ഇങ്ങ് എടുത്തേ. ഞാനിതാ ഇങ്ങനെ എടുത്ത് ഉളി ബാക്കിലോട്ട് കൊടുത്തു. പിടിച്ചെന്ന് കരുതി ഒരു തിരിയും തിരിച്ചു.
എടുത്തു നോക്കുമ്പോ ആശാന്റെ കുടല് കത്തിയിലിരിക്കുക. കത്തിയിലല്ല, ഉളിയില്. ആശാൻ മരിച്ചും പോയി, ഞാൻ ജയിലിലും പോയി. അതാണ് സംഭവം. അങ്ങനെ അല്ല, ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ പറഞ്ഞ ഈ മുറപ്പെണ്ണൊന്നും ഇവിടെ ഇല്ല. മുറപ്പെണ്ണ് ഇവിടെ ഉണ്ട്, എനിക്കറിയാം. മുറപ്പെണ്ണ് ഇവിടെ തന്നെ ഉണ്ട്. മുറപ്പെണ്ണിന്റെ പേര് പറഞ്ഞേ. മീനൂട്ടി. ആര് മീൻ കൂട്ടി? മീനൂട്ടി. നിങ്ങളുടെ മീനാക്ഷി. മീനാക്ഷി എന്ന പേരുള്ള ഒരാള് ഇവിടെ എന്തായാലും ഇല്ല. ഇല്ല. ഇല്ലല്ല. ഇവിടെ ഉണ്ട്. എനിക്കറിയാം, നിങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിടിക്കവളെ. എന്താ ഇവിടെ? ആ അതെ വാ. എന്താ പ്രശ്നം? ഇതേതാ വെള്ളപ്പാറ്റ? ഇത് ആനാണ്. എനിക്ക് കണ്ടിട്ട് പെടിനെ പോലെ ഉണ്ടല്ലോ. അയ്യോ അതല്ല, ഇതാണ് ഈ മോളിന്റെ PRO ആൻഡ് മാഡം. ഓ, ആനെ നിങ്ങൾ വേണമെന്നാ വിളിക്കല്? ആനയല്ല ആൻ. എന്റെ മുറപ്പെണ്ണ് ഇവിടെ. തന്റെ മുറപ്പെണ്ണോ? ആ, തന്റെ മുറപ്പെണ്ണ് അറിയില്ലേ? എങ്ങനെ അറിയാനാ? ഉണ്ടോ? ഫോട്ടോ ദാ, നോക്ക്. നോക്കട്ടെ. ആ ഷക്കീല നിന്റെ പുറപ്പെണ്ണ? ഓർഡർ മാറിപ്പോയി. 36 GB കുത്തിക്കൊണ്ട് നടക്കുകയാണല്ലേ, മനസ്സിലായി? ദാ, ഇത് നമ്മുടെ കല്യാണിയല്ലേ? നമ്മളെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞതല്ല, കല്യാണി. ഈ കൊച്ചിന്റെ പേരാണ്. അയ്യോ, ഇതെന്നെ മീനാക്ഷിയാ. ഈ പാപ്പച്ചന്റെ കടയിലെ സ്റ്റാഫാണ്. ആരോട് ചോദിച്ചിട്ട് സ്റ്റാഫ് ആക്കിയത്? ആരോട് ചോദിച്ചിട്ട് സ്റ്റാഫ് ആക്കിയത്? ആരോട് ചോദിച്ചിട്ടാ? ആങ്ങളെ റമോട് വെച്ചിട്ട്. ആങ്ങളെയായ റമ. ഏതാ റമ? ഞാൻ അറിയാമോ? ഓ കമ്മൺ മോബി. ഓ യാ. ഇങ്ങോട്ട് വാ. നീ എപ്പോഴാ അവളുടെ ആങ്ങളെയായത്? അല്ലെ, ആൾ ഇന്ത്യൻ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് അങ്ങനെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നു. ഉണ്ടല്ലോ വെപ്പ. ഓ അപ്പൊ രണ്ടുപേരും കൂടി എനിക്കിട്ട് വെച്ചതാണ്. അയ്യോ അല്ല, അതല്ല, ഇത് വേറെ. നിങ്ങൾ എന്റെ മീനാക്ഷിയെ വിളി. ഇങ്ങോട്ട് നോക്കി, ഇവിടെ കിടന്ന് തൊള്ളവർക്കണ്ട, അവള് കടയിൽ കടക്കാത്തുണ്ട്. ഞാൻ വിളിക്കാം. മീനക്കുട്ടി. മീനക്കുട്ടി. പാട്ടുകാർ അങ്ങനെയാണല്ലോ. ഞാൻ ഉത്തമൻ. ഉത്തമാന്ന് വിളിച്ചാ മതി കേട്ടാ. മീന വേണ്ട. മീനാക്ഷി. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി. ഇതേതാ ഈ രണ്ടുപേര്? അതാ മോളിലത്തെ കട പെയിന്റ് അടിക്കാൻ വന്ന രണ്ടുപേരെ. എന്താ അടിക്കാൻ വന്ന? എന്നെയോ? പെയിന്റ് അടിക്കാൻ വന്ന? എന്നാ പിന്നെ മോളിൽ പോയി പെയിന്റ് അടിക്കും. ഈ ഐസ് കേട്ടൊക്കെ പെയിന്റ് അടിക്കണ്ട കേട്ടാ. നീ എവിടെയാണ് നോക്കുന്നേ? ഞാൻ ചേട്ടനെ നോക്കണം. എന്നെയാ? ഇതൊക്കെ എവിടുന്ന് വരുന്നു? മീനാക്ഷി, താൻ എന്തിനാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? നിന്നെ കാണാൻ. എന്നെ കാണാനോ? നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ. കുഞ്ഞിപ്പെണ്ണേ, നിന്നെ കാണാനല്ലേ ഞാൻ വന്നത്. ഇവിടെ തന്നെ കാണാതിരിക്കാനാ ഞാനൊക്കെ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അങ്ങനെ പറയല്ലേ മീനാക്ഷി. നിന്നെ കൊണ്ടുപോകാൻ വന്നോ ഞാൻ? എന്നെ കൊണ്ടുപോകോ? ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. എന്നാ പിന്നെ ഞാൻ ഇവിടെ നിൽക്കും. നമുക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇത് വലിയ ശല്യമായാലും ഇതന്നെ. ഞാൻ ഇവിടെ എങ്ങനെയാ നിൽക്കുന്നത് എനിക്ക് അറിയത്തുള്ളൂ. ഗെറ്റ് ലോസ്റ്റ് മാൻ. ആ, അങ്ങനെ പറയ്. അവൾ ലാസ്റ്റ് പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞു? ഗെറ്റ് ലോസ്റ്റ് എന്ന്. അകത്തേക്ക് ലാസ്റ്റ് മുറി. ഇവിടെ നിൽക്കുക. നിങ്ങളുടെ കയറി പോണ അച്ചി വീട്ടിൽ കയറി പോണ പോലെ. അല്ല, ഞാനിവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതൊന്നും ശരിയാവില്ല. ആരെ തീരുമാനിക്കണ്ടേ? അതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് നോക്കിയാണ് ഈ സാധനത്തിനകത്തേക്ക് ഞാൻ നോക്കിക്കോളാം, നോക്കിക്കോളാം. ഒന്ന് പിടിച്ചു നിർത്തിയേ. അവിടെ വിളിക്കുന്നു. ഇവിടെ നിൽക്ക്. എന്താ പോകരുത്. അതെ, നോ മീനാക്ഷി. നോ ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. ചുണ്ണി പോയൊരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഇയാളെ അങ്ങോട്ട് കേറ്റിക്കോ. അത് ശരിയാവില്ല. ആര് ശമ്പളം കൊച്ചുണ്ണി അടിച്ചോണ്ട് പോയ 1 ലക്ഷം ഇതിലങ്ങ് മുതലാക്കി കൂടെ. പുള്ളിയാണെങ്കിൽ ആ പെങ്കൊച്ചിനെയും ഒരു ലൈൻ അടിച്ച് അങ്ങോട്ട് തോന്നും. അതെ, പിന്നെ 2 നേരം പഴകിയ 2 പഫ്സ് വെച്ചങ്ങ് കൊടുത്താ പോരെ. ചുള്ളി പോയ പിന്നെ ആ പപ്സ് മുഴുവൻ വേസ്റ്റ് ആയിട്ട് ഞാൻ പോയി പറയാം. ഓൾ ദ ബെസ്റ്റ്. അതെ, പിന്നെ ഇതങ്ങോട്ട് കൊടുത്തേക്കാം. അതെ. അതാ മറ്റേ മുറപ്പെണ്ണിന്റെ ഫോട്ടോ ഉള്ള ഫോണാണ് കൊടുത്തേ. ഷക്കീലുള്ള ഫോട്ടോ അവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആൻ മാഡം പ്രത്യേകം പറഞ്ഞത് കൊണ്ട് മാത്രം താൻ ഇവിടെ തൽക്കാലം നിന്നു. പിന്നെ നോക്കി കണ്ടൊക്കെ നിന്നോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഐശ്വര്യമായിട്ട് ഐശ്വര്യം. വലത് കാലം വെച്ചാൽ കയറി. വലത് കാലം വെച്ച് കയറി ഭയങ്കര ഐശ്വര്യ. ജയിലിൽ പോലും ഭയങ്കര ഹിറ്റായി പോയി. എന്റെ ദൈവമേ. കല്യാണി എന്താ അവിടെ ഒരു ബഹളം കേട്ടത്? മലയാളി നമ്മുടെ പഴയ കോഫി മേക്കർ താഴെ വീണ് പൊട്ടി.
ഇനി ഇതെന്ത് കുരിശാണെന്നാവോ? പാപ്പിച്ചോ ഓൾ ദ ബെസ്റ്റ് ഉണ്ട് കേട്ടാ. താങ്ക് യു. അടുത്തടുത്ത് പെടലിക്ക് വെച്ചേക്കാണല്ലോ എന്റെ. ഇത് മാളടന്നോട്ട് ഒരു തിരക്കൂലുള്ളത്. നിങ്ങൊന്ന് അവിടെ പോയി നോക്ക്. അവിടെ പോയി നോക്കടാ. മര്യാദക്ക് നോക്കട്ടാ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കണം. പിടിച്ചാൽ വിടരുത്. ഹലോ, സോമനുണ്ടോ? സോമനുണ്ടില്ല. അവലോസുണ്ടോ, അരിയുണ്ടോ, ഗോതമ്പുണ്ടോ? എടുക്കണം. അതല്ലോ നമ്മുടെ ഈ പെയിന്റിന്റെ കോൺട്രാക്ട് എടുക്കണം. സോമൻ. ആ സോമനാ? ആ സോമൻ ഇടക്ക് വരാറുണ്ട്, വന്ന് പോവാറുണ്ട്. വരുമ്പോ ഒന്ന് അറിയിക്കണം കേട്ടോ. ഒരു ചെറിയ പണിയുണ്ട്. ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ കേട്ടാ. അറിയിക്കണം. പറഞ്ഞേക്കാം. എന്നെ വിളിക്കുന്നത് ഇത് എന്നെയാണ് വിളിച്ചത്. നീ വിളിച്ച പറയുന്ന പണ്ട് ഇങ്ങനെ കിടന്ന് തുള്ളാനായിട്ട്. അതെ 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 സോമനാണ്. അയ്യോ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കാണ്. അയ്യോ തിരക്കാണ്, ഭയങ്കര തിരക്ക്. ഒരു മിനിറ്റ്, എന്നെ ആരെങ്കിലും തിരക്കിയായിരുന്നു? പണിയായിരിക്കും. ആ കണ്ടിട്ട് ഏകദേശം ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മിനിറ്റ് ഇതൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. അത് കുഴപ്പമില്ല, ഞാൻ രണ്ടുപേരെ വിടാം. ഓക്കെ, ഞാൻ വിടാന്ന് പറഞ്ഞാൽ വിടും. അതല്ലേ പണിക്കാരവിടെ വന്നത്. ശരി എന്നാ ഓക്കെ. പണിയൊന്ന് പോയി തീർക്കട്ടെ. അല്ല അവന്മാർ ഇവിടെ വരാറുണ്ട്. ചായ പിള്ളേര് പുറത്തോണ്ട് ഫുൾ ടൈം ചായ കുടിയാണ്. 10 മിനിറ്റ് കൂടുമ്പോൾ ചായ കുടിക്കാൻ. പണി നടക്കണ്ട. പണി നടക്കണത് ഞാനാണ്, നീയല്ലേ പോയി നോക്കണ്ട. ഒരു കണ്ണെന്ന് ഞാനില്ലാത്തപ്പോ ഒന്ന് അങ്ങോട്ട് നോക്കാൻ പാടില്ല. ഒരു കണ്ണ് ഇവിടെ നോക്കണം. അപ്പൊ ഞാൻ നോക്കണ്ടായി പോയില്ല. ഒരു കണ്ണ അങ്ങോട്ട്, ഒരു കണ്ണ. ഒരു സ്നേഹമൊക്കെ വേണ്ട. നമ്മുടെ പറ്റൊക്കെ ഇല്ല ഇവിടെ. ഞാൻ പണി പോയി തീർക്കാൻ നോക്കട്ടാ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. ഇഞ്ചടിക്കാൻ നോക്കുന്നു. സംഭവം കൊള്ളാല്ലേ? പറന്നൊന്നുമല്ല. ആ എത്തിയല്ല. ഒരു ചായ. എന്താ എന്റെ തൊണ്ടയിൽ ചായ താഴോട്ട് ഇറങ്ങത്തില്ലായിരിക്കും. നിന്റെ തൊണ്ടായിട്ട് ഇറക്കണമെങ്കിൽ നീ ചോദിക്ക്. 2 ചായ. 2 ചായ. മോളെ 2 ചായ. മുതലാളിനെ അന്വേഷിച്ചാലും വന്നായിരുന്നു ഇവിടെ. അരെ മുതലാളിനെ അന്വേഷിച്ചു. ഞങ്ങളുടെ ആശാന അന്വേഷിച്ചു. ആ പറയാൻ വിട്ടുപോയി. തിരക്കി ഒരുത്തം വന്നായിരുന്നു. ആ പണിയാണ്ടാ. പുള്ളി ഒരു ഗുണ്ടെന്ന് പറഞ്ഞ ഒരുത്തരം കൊണ്ടുവന്നു. ഒരു മയിലാട്ടക്കാരൻ. അറക്കളം ബേബി. ബേബി ഞങ്ങളുള്ളപ്പോ അടുക്കൂല. അരെ അയാളാ? പിന്നെ കോട്ടൺ പേസ്റ്റ് പിടിച്ച കയ്യാ. അടിക്കും. ഞങ്ങളുള്ളപ്പോ ചലിക്കല അമ്മര്. എടി നീ ആ ചായ എടുത്തു ആ എടുക്കാണ്. അതെ ഒന്ന് നോക്കിക്കോടെ. ഞാൻ അരെ നോക്കിക്കോളാം. എടാ നിങ്ങ അവിടെ പോയി പണിയടാ. ഞാൻ അവളോട് ഈ കട നോക്കിക്കോളാനല്ലേ പറഞ്ഞോളൂ. ആ ഞങ്ങളും വന്ന് കട നോക്കിയാലേ നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ടൈം ഇവിടുത്തെ അങ്ങോട്ട് നോട്ടമാണ്. വേറെ പണിയൊന്നുമില്ല. ഞാൻ കാണണ്ടാ സോമനെ കണ്ടേ. എടി ഒന്ന് നോക്കിക്കോണേ. ശരി അപ്പൊ ഇവളെ ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ പറ്റൂലല്ലോ. അല്ലല്ല, കസേര എടുത്തിട്ടുള്ളൂ. അവിടെ ഇരിക്കട്ടെ കുറച്ച്. അതല്ല പിന്നെ ഇവളെ കെട്ടി അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോയാലൊന്ന് ആലോചിക്കുക. പോടാവത് ഇതൊന്ന്. ഞാൻ വന്നപ്പോ തന്നെ മനസ്സ് കൈമാറി ഞങ്ങൾ സെറ്റായിരിക്കാം. നീ പോയെ ഇത് ഞങ്ങൾ മനസ്സ് കൈമാറി ഞങ്ങൾ ഓക്കെ കല്യാണം. ഒരു കാര്യം അറിയാമോ? എന്നെ കണ്ട അന്ന് പറഞ്ഞത് എന്നോട് ഐ ലവ് യു ചേട്ടാന്ന്. എടാ പൊട്ടക്കണാപ്പി, ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞിടാൻ പറയാം. നല്ല കാര്യ. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അവിടെ വീട്ടിലോട്ട് പറഞ്ഞിടാൻ പറഞ്ഞത്. നിന്റെ അമ്മേനെ അവളുടെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞ അമ്മ എന്റെ ഹോം നേഴ്സാണ്. അവിടെ വീട്ടിലോട്ട് കല്യാണം ആലോചിക്കാൻ എൻ്റെ അമ്മയെ പറഞ്ഞിടാൻ പോയി. ചായ ചായ ഞാൻ എടുത്തരാ. ചേട്ടാ കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ പിന്നെ തരം പോലെ ചോദിച്ചു മേടിച്ചു തിന്നോളാം. അല്ല കളിയാ, ഇത് എന്നോടാ ചോദിച്ചേ. എന്താ ചോദിച്ചേ? അല്ല കഴിക്കാൻ എന്തെങ്കിലും വേണോന്ന്. കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊരാഗ്രഹം ഉണ്ട്. ചേട്ടൻ കഴിച്ചു? കഴിച്ചോന്ന് പറഞ്ഞ ചേട്ടാ? ഇല്ല. കല്യാണം കഴിച്ചോന്ന് ആര് അങ്ങനെ പറഞ്ഞ? അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൾ അങ്ങനെ പറഞ്ഞാൽ അവളോട്ടുള്ള ബന്ധം ഞാൻ നിർത്തും. ഉറപ്പാണോ? നിനക്കുള്ള എനിക്ക് വേണ്ട. ഞാൻ ഇപ്പൊ കേപ്പി. അതെ മുമ്പേ പറഞ്ഞ കാര്യം ശരിയല്ലേ? അതെ കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിച്ചത്. ആ ചേട്ടൻ കല്യാണം കഴിച്ചോ? അതിനിപ്പോ എന്താണ്? സാനേടാ ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഈ സംഭവം അങ്ങനെ സെറ്റായെന്നറിയോ? ഞാൻ ഈ 5 ദിവസം ഉണ്ടല്ലോ പെയിന്റ് എടുത്തോണ്ട് ഞാനിങ്ങ് വരികയാണ്. പെയിന്റ് എടുത്തോണ്ട് ഇവള് ചായ ആയിട്ട് മുകളിലേക്ക് പോണു. ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരലും ഇവള് ഞാൻ കണ്ടില്ല. രണ്ടുപേരും ഒറ്റ ഇടി സ്പാർക്ക് അവിടെ സംഭവിച്ച ഒറ്റ ഇങ്ങനെ അങ്ങ് കറങ്ങിയിട്ടില്ല. കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ ഉമ്മ. എന്താടാ ഇത്? മുതലാളി ഞാൻ എപ്പോഴും ഉമ്മ വെക്കും. ഞാൻ ഞാൻ ഷക്കിയില്ലേ എപ്പോഴും കയറി ഉമ്മ വെക്കാൻ.
ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ചേട്ടന്റെ പണിക്കാരാണോ ഇവര്? അതെ, ഞാനാണ് കോൺട്രാക്ടർ, ഇതാണ് പണിക്കാർ. ഈ വൃത്തികെട്ടവന്മാരെയൊക്കെയാണോ ചേട്ടൻ പണിക്ക് വെക്കുന്നത്? ലുക്കില്ല, രണ്ടുപേർക്കും ലുക്കിന്റെ ഒന്നല്ല. ഈ നിൽക്കുന്ന അയാളുണ്ടല്ലോ, തൊട്ട് മുമ്പ് എന്നോട് ഒന്ന് ചോദിക്കുക എന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന്. എന്റെ പെങ്ങളെ പോലെ എനിക്ക് തോന്നിയിട്ട് ഇങ്ങനെ നിന്നാ മതിയോ, കല്യാണമൊക്കെ കഴിക്കണ്ടേന്ന് ചോദിച്ചു. വീട്ടിൽ കെട്ടുപ്രായം കഴിഞ്ഞ 3 പെങ്ങന്മാരിപ്പില്ലേ, അവരെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചോ? കടയിൽ നിൽക്കണ വേണ്ടിയില്ല, കല്യാണം കീറോച്ചതാണല്ല. അതൊക്കെ ഇവനെ കണ്ടുപിടിക്കണ വല്ല കുഴപ്പമുണ്ടോ? സൽസ്വഭാവിയല്ലേ? അയ്യോ, ഒരു കുഴപ്പമില്ല. ഞാൻ രാവിലെ ചായ കൊണ്ട് കൊടുത്തപ്പോ എന്റെ കയ്യെ കയറി പിടിച്ച് ഇയാള്. അപ്പൊ തന്നെ പോർക്കിട്ട് കയ്യെ കുത്തിയല്ല. കഷ്ടപ്പെട്ടിരുന്ന മാളിൽ ഒരു പണി കിട്ടിയ നീയൊക്കെ അത് കളയുവാടാ. അങ്ങനെ നിങ്ങളൊന്നും മോളെ ഇങ്ങനെ, അതായത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കാണ്. നമുക്ക് ഒന്നും തോന്നരുത് കേട്ടോ, ഒന്നും തോന്നരുത്. ആരോട് കംപ്ലൈന്റ് പറയരുത്. എന്റെ വിഷമം കൊണ്ടാ, എന്റെ വിഷമം കൊണ്ടാ. ഇത് വല്ലാത്ത വിഷമാട്ടോ ഇത്. അതല്ലടാ, ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന്. എന്റെ ബുദ്ധിമുട്ട് കൊണ്ടാ. എന്റെ ബുദ്ധിമുട്ട് തീരുന്നവരെ ഞാൻ ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കും. പ്ലീസ്, ഇത് ആരോട് പോയി കഴിഞ്ഞാൽ തടവ് അനുഭവിക്കേണ്ടി വരും കേട്ടോ. കംപ്ലൈന്റ് ചെയ്യരുത് പ്ലീസ്. കയ്യിന്ന് വിടുന്ന കംപ്ലൈന്റ് ചെയ്യില്ലെന്ന് പറ പ്ലീസ്. കംപ്ലൈന്റ് ചെയ്യില്ലെന്ന് പറ. അതല്ല, ഇവിടുത്തെ പണി നിർത്തി, ഇവിടുത്തെ പണി നിർത്തി. നിന്നെ വേണ്ട, നിന്നെ ഇവിടെ പണിക്ക് വേണ്ട, പിരിച്ചു വിട്ടിരിക്കണം. പൊക്കോ, നിന്നെ ഇവിടെ പണിക്ക് വേണ്ട, പൊക്കോ. ഓക്കെ, ആ പൊക്കോ. ഇനി കാലെ കെട്ടി വീണ് കറഞ്ഞ സുഭാഷും വിഭിഷും വരത്തില്ല. വേണ്ട, നീ ഒന്നും വേണ്ട, പോ. ഞാൻ ബംഗാളികളെ കൊണ്ട് പണിയിച്ചോളാം. ഈ നമ്പർ അടിക്കുന്ന സമയത്ത് അവിടെ പോയി പെയിന്റ് അടിച്ചിരുന്ന ഈ തലയും കുമ്പിട്ടിരിക്കുന്ന ആ പെയിന്റ് അടിക്കാൻ രണ്ടാമത് കയറാൻ വേണ്ടി ഞാനൊരു നമ്പർ അടിക്കാൻ വന്നു. കേൾക്കുവോ? കൂടെ നിൽക്കുവോ? വീഴും. എന്നാ വീഴുന്നത്? ബാംഗ്ലൂർ ഇന്ന് പാടല്ല, ബാംഗ്ലൂരിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് പോടാ. അതാവുമ്പോ ബാംഗ്ലൂർ സിറ്റി അല്ലടാ. ഒന്ന് കറങ്ങിയിട്ട് നാളെ ലിസ്റ്റ് കൊടുത്തിട്ട് സാധനം എടുത്ത് നാളെ തൊട്ട് അടി കൊടുക്കാം. കൊട്ടാരമാണ്, അതാണ് വിഷയം. പിന്നെ മൈസൂർ രാജാവിന്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ചില്ല കളിയാണ് അത്. പിന്നെ മൈസൂർ കൊട്ടാരം ബാംഗ്ലൂർ അല്ലേ? അല്ലെങ്കിൽ മൈസൂർ രാജാവ് ബാംഗ്ലൂരിലാണ്. മോഡം മെഡിസിന്റെ ഒരു അഡ്മിഷൻ കാര്യം 150 പണി. 150 2.5 കോടി രൂപ ബഡ്ജറ്റ്. എനിക്ക് എന്ന് കഴിഞ്ഞാൽ 80 ദിവസം കൊണ്ട് ഞാൻ തീർക്കും. അല്ല പിന്നെ കുറെ പണിക്കാർ വേണ്ട അവിടെ. അതെ, 30 ബംഗാളികളെ വേണ്ടി വരും. നമ്മൾ ഒരുമിച്ച് ബാംഗ്ലൂർ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോയാൽ പുറത്ത് കൊടുക്കരുത്. വേണ്ട, അന്യരെ പോലെ കാണരുത്. എനിക്ക് ദേഷ്യം വന്നപ്പോ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് നമ്മൾ ഒരുമിച്ച് പോവാ പണിക്ക്. പ്ലീസ് സമ്മതിക്കടാ. പണി എനിക്ക് തന്നെ എന്നാ പിന്നെ ഉറപ്പല്ലേ? എന്നാ പിന്നെ പണി പിന്നെ നമ്മൾ 1.5 ലക്ഷം രൂപ കൊണ്ട് വായ്പ മേടിച്ചിട്ട് നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കാൻ തീർത്ത് കൊടുക്കാത്ത ബേബിയില്ലേ, കൊട്ടേഷൻ ആയിട്ട് കിടക്കണേ, ആ ബേബി അന്വേഷിച്ച് വന്നായിരുന്നു. അവനിവിടെ വരത്തില്ല. മാളി പണിയെടുത്ത് അവൻ അറിയാൻ പാടില്ല. ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല, ആരും പറയത്തില്ല. അവരെങ്ങനെ അറിയാനാ? അതൊക്കെ മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ ആ ഭാഗത്ത് വടത്തെ തൂങ്ങി പിന്നെ പെയിന്റ് അടിച്ചോണ്ടിരുന്നപ്പോഴേ ജവൻ മൊബൈൽ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് സെൽഫി ആയിട്ട് നേരെ ഫേസ്ബുക്കിൽ ഇട്ടു. ഞങ്ങൾ മാളിൽ പണി തുടങ്ങി. അപ്പൊ അതിന്റെ അടിക്ക് ഈ അറക്കളം ബേബിയുടെ ഒരു കമന്റ്, എടാ തെണ്ടികളെ നീയൊക്കെ ഇവിടെ ഉണ്ടല്ലേ, ഞാൻ ഇപ്പൊ വരാം. ചതിച്ചല്ലടാ നീ. അല്ല, ആശാൻ പേടിക്കണ്ട. ഉച്ച കഴിഞ്ഞ ആശാൻ പേരോടുന്ന അടിയിൽ കമന്റ് ഞാൻ റിട്ടേൺ വിട്ടു. അപ്പൊ എന്തായാലും ബേബി വരും, അവന് കാശ് കൊടുക്കേണ്ടി വരും. ഞങ്ങൾ നിനക്കൊക്കെ കാശ് തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു. ഓടിക്കോ, എവിടെയെങ്കിലും പോയിക്കോളാം. രക്ഷപ്പെട്ടോ. സമയത്ത് വർക്കും ചെയ്യണില്ലത്. അങ്ങനെ ഐഡിയ ഉണ്ടാ. ഇവിടെ തന്നെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പോടാ. ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് പിടിക്കണം. ഇന്ന് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നേരെ വെട്ടിക്കണ്ടിച്ച് എവിടെയെങ്കിലും കളയണം കേട്ടോ. എന്താണ് പുറകെ നടക്കണം? അവിടെ എവിടെയും പോയി തപ്പ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് ഈ ഒരു ഭാഗത്ത് എവിടെയോ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടത് ബെഞ്ചമിനെ, അവര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ലേ? ഞാൻ ഒരു കമന്റ് ഇട്ടായിരുന്നല്ലോ. അപ്പൊ ആ കമന്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനോട് വരുന്നു മനസ്സിലായി. അമ്മ ഓടിക്കളഞ്ഞു മുങ്ങി. ഓടിയ എവിടെ ആയാലും ഓടിക്കഴിഞ്ഞാൽ പിടിക്കും. ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കിയാല അത്ര പുത്ര കാച്ചി കളയും ഞാൻ. എടാ നീ എവിടെയെങ്കിലും നോക്കണം, എവിടെയെങ്കിലും പോയി തപ്പി പിടിക്കേട്ടാ. ഇവിടെ ബെഞ്ചു, നമ്മളെ രണ്ടുപേരും മണ്ടന്മാരൊക്കെയാണ്. അവന്മാര് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട് അവന്മാര്. എന്തോന്ന് നീ കണ്ട? ആ പ്രതിമയുടെ പൊക്കത്ത് മൊത്തം പെയിന്റ് ആക്കി വെച്ചേക്കണം അവന്മാര്. നീ ഒരു പണി എവിടെ നോക്കി, ഞാൻ അവിടെ പോയിട്ട് അവന്മാരെ തപ്പിപ്പിടിച്ച് കണ്ടോളാട്ടാ. സോമ എന്തോ എടാ നീ ഇവിടെ ഉണ്ടായിരുന്ന? കണ്ടില്ലായിരുന്നു. അയ്യോ പണി പാലി നിന്റെ കൂടെയുള്ളവന്മാരെ എന്തിനാ? അവര് പൊക്കത്തില്ല. പിന്നെ എവിടെ ഉള്ളവര്? രണ്ടുപേര് ഇങ്ങോട്ട് വാടാ. ഉളുപ്പുണ്ടാ നിങ്ങക്ക്? ആ ഉടുപ്പുണ്ട്, പാൻറ്റും ഉണ്ട്. എടാ അതല്ല വെച്ചത്, നിങ്ങക്ക് നാണുണ്ടാന്ന്. അയ്യോ നാളെ ഉണ്ട്, മറ്റന്നാളും ഉണ്ട് പണി. എന്ത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതാരെന്നറിയാമോ? ഞങ്ങൾക്കറിയാവോ? എടാ ഇവൻ പേരിയാട്ടോ ഗുണ്ടേണ്. അഞ്ചപ്പാലം ബെഞ്ചമിൻ.
കുത്താൻ പറഞ്ഞ വെട്ടും വെട്ടാൻ പറഞ്ഞ കുത്തും. ഈ അനുസരണം ഇല്ലാത്തവനൊക്കെ എന്തിനാ ഈ കൂടെ കൊണ്ട് നടക്കുന്നത്? അതല്ല പറഞ്ഞത്, ആര് പറഞ്ഞാലും ഇവൻ കേൾക്കൂലെന്ന്. ആ ചെവിന്നുള്ള മുടി അങ്ങ് മാറ്റിയാൽ മതി, കേൾക്കും. നീ മാറിയേ. നീ എന്താ ആളെ പൊട്ടം കളിപ്പിക്കണം? എന്താണ്? എന്താ എന്റെ ഉദ്ദേശം എന്താണ്? എന്ത് ഉദ്ദേശം? എടാ നീ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചായിരുന്നോ? മേടിച്ച്. എന്റെ വീട്ടിൽ പണിയാൻ വരാന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. ഈ 2018 മലയാളം മാസം ചിങ്ങം 1-ാം തീയതി രാവിലെ 10-നും 10:30 ശുഭമുഹൂർത്തത്തിൽ എനിക്ക് വീട്ടിൽ കയറി താമസിക്കേണ്ടതാണ്. അയ്യോ, കേരളത്താമസം വിളിക്കാൻ ഇത് പറയട്ടെ, ഞാനൊക്കെ പേടിച്ചു പോയി. ഞങ്ങൾ തലേ ദിവസം വരും. എടാ നിങ്ങൾ പറഞ്ഞ വീട്ടിൽ ഒന്ന് പണിയാൻ താല്പര്യം ഉണ്ടോ നിങ്ങൾക്ക്? തീർത്തുതരാം, തീർത്തുതരാം. എപ്പോ തീർത്തരും? 5 ദിവസം 10 ദിവസം എടുത്ത് തീർക്കാവുന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ 3 പേരും കൂടി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തീർക്കാനോ? നമുക്കൊരു 10 ദിവസത്തെ പണി ഒരു 15 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കാം. 15 ദിവസം കൊടുക്കാം. 10 ദിവസം പണി നമുക്കൊന്ന് ആഞ്ഞു പിടിച്ചാൽ എത്ര ദിവസം കൊണ്ട് തീർത്തു കൊടുക്കും? 20 ദിവസം കൊണ്ട് നിസ്സാരമായിട്ട് എടാ നിങ്ങളൊരു ഡേറ്റ് പറടാ. അതായത് ഒരു 5 ദിവസം കൊണ്ട് തീർത്ത്. എത്ര ദിവസം കൊണ്ട്? 5 ദിവസം കൊണ്ട് ഞാൻ തീർത്തു തരാം. എടാ മണുകുടാഞ്ചന്മാരെ, ഈ ചിങ്ങം എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ്. മറ്റന്നാ ഈ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഈ പണി തീർക്കോ? അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ചിങ്ങം 1-ന് 10-നും 10:30-ക്കും തന്നെ പാല് കാച്ചാം. ഓക്കെ. ചെറിയൊരു വ്യത്യാസം വരും. എന്താണ്? ഈ 2018 എന്നുള്ളത് 2019 ആക്കിയാൽ വല്ല കുഴപ്പമുണ്ടോ? അടിക്കരുത് പ്ലീസ്. എന്താണെന്നോ? ഒന്നുമില്ല. എന്റെ കൊച്ചിന്റെ കാര്യം അറിയാമോ? ഇവൻ എന്റെ കയ്യിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ മേടിച്ച് എന്റെ വീട്ടിലെ പെയിന്റ് പണി നടത്താന്ന് പറഞ്ഞിട്ട് മറ്റന്ന് എനിക്ക് കയറി താമസിക്കേണ്ടതാണ്. ഇതുവരെയായിട്ട് വന്ന് പണിതിട്ടില്ല, പൈസ ഇല്ല. എന്തായാലും എനിക്കൊരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. കാരണം ഇവിടത്തെ പണി എന്തായാലും നടക്കണില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യ്, അഡ്വാൻസ് മേടിച്ച സ്ഥലത്തെ പണി ആദ്യം തീർക്കും. അല്ല, ഇത് തീർത്തിട്ട് അല്ല വേണ്ട, ഇവിടത്തെ ആദ്യം തീർക്കും, ഇവരുടെ. എന്നിട്ട് നമ്മുടെ നോക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ മതി, മതി. ആയിക്കോട്ടെ. ബെഞ്ചമിനെ തള്ളിക്കൊണ്ടുപോടാ. സാധാരണ എല്ലാവരും സിനിമയിലേക്ക് വരുന്നത് അവരുടെ ഒരു യങ് ഏജിൽ വന്നു, പിന്നെ അങ്ങ് ഭയങ്കര ഫ്ലറിഷ് ആവുകയാണ് സിനിമയിൽ. പക്ഷെ ഈ 2 ഗസ്റ്റുകളെന്ന് പറയുന്നത് അവരുടെ ഒരു ഗോൾഡൻ ഏജിലാണ് അവർ സിനിമയിലേക്ക് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. ബാക്കിയൊക്കെ ഫുൾ സർപ്രൈസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സാവിത്രി ശ്രീധരൻ ആൻഡ് സരസ ബാലുശ്ശേരി. There was superstar, lady superstar, lady superstar, dagini, 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 dagini. സുഡാനി കണ്ടായിരുന്നു. കണ്ട നിമിഷം തുടങ്ങി ചോദിക്കണമെന്നുള്ളൊരു കാര്യമായിരുന്നു. നിങ്ങൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുണ്ടോ അതിന്? അല്ല, ഭയങ്കര നാച്ചുറൽ ആയിരുന്നു അവര്, അതുകൊണ്ടാണ്. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിച്ചിട്ടില്ല, നാടകങ്ങളിലൊക്കെ കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി ഗംഭീരമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നടക്കുള്ള സിനിമയിൽ ഒരുമിച്ചാണ്, എവിടെ കാണുമ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഞങ്ങൾ ചെറുപ്പത്തിലെ നാടകങ്ങളിലൊക്കെ ഒരുപാട് അഭിനയിച്ചവരാണ്. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാലും സന്തോഷം. എനിക്ക് ആന്റിയോട് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഡാഗിനിയുടെ നമ്മള് ട്രെയിലറിൽ കണ്ടല്ലോ, സ്പ്ലിറ്റ്. ഞങ്ങൾ ഈ പ്രായത്തിൽ നോക്കിട്ട് അതെങ്ങനെ സാധിച്ചു? അതൊക്കെ ഒരു ദൈവാനുഗ്രഹം. അപ്പൊ ഞാൻ ഈ കോഫി ഷോപ്പിലെ ആളാണ്, പാപ്പിച്ചൻ. അപ്പൊ സമയം കിട്ടുമ്പോ വരിക, കോഫി കഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നോട്ടെ, കടയിൽ ഇത്തിരി തിരക്കാണ്. ഇത് ഹണി, ഞാൻ ഈ ബൊട്ടിക്കിന്റെ ഓണറാണ്. എന്തെങ്കിലും ഡിസൈൻ ചെയ്ത സാരി, ചുരിദാർ, ഗൗണ് എന്ത് വേണമെങ്കിലും ഞാൻ ഡിസൈൻ ചെയ്തു. ഭയങ്കര ഡിസൈനറാണ് കേട്ടോ. അതെ അമ്മമാരെ, ഇവളുടെ കടയിൽ കിടക്കുന്ന ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അത് ഇച്ചിരിയെങ്കിലും ആൾക്കാർ കാണണമെങ്കിൽ എന്റെ കടയിൽ വന്ന് മേക്കപ്പും കൂടി ചെയ്യണം. ഇത് എന്റെ സലൂണാണ്, മേക്ക് ഓവർ സ്റ്റുഡിയോ. എന്റെ പേര് ജെനി, ഇത് റെമോ. ചെറുപ്പമാണെങ്കിൽ അങ്ങ് വന്നാൽ മതി. അതെ അതെ, കുറച്ചുകൂടി ചെറുപ്പമാണ്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളെ വിളിച്ചാൽ മതി. ഓക്കെ, ബൈ. ഈ ഡാഗിനിയിൽ അഭിനയിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇത്ര വലിയ ഹിറ്റ് ആവും? നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു സുഡാനിയെക്കാളും കൂടുതൽ ഇപ്പൊ വൈറലായി നിങ്ങളെല്ലാവരും. ഒരു വ്യത്യസ്ത കഥാപാത്ര വേറെ വിഗൊക്കെ വെച്ചിട്ടല്ലേ? നമ്മള് സുഡാനിയില് പിന്നെ ഒരു സാധാരണ നമ്മളെ ജീവിതത്തിലുള്ള പോലുള്ള ഒരു ക്യാരക്ടർ ആണ് വരതും എൻ്റെ ഒക്കെ. പിന്നെ ഇതില് ഒരു വ്യത്യസ്ത കഥാപാത്രങ്ങൾ. ഞങ്ങള് വൃദ്ധകളാണെങ്കിലും ഞങ്ങളെ ജീവിതം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്.
നാടകത്തിലൊക്കെ എത്ര പ്രായം തൊട്ട് നാടകത്തില് ഞാൻ 16 വയസ്സ് തൊട്ട് നാടകത്തിൽ വന്നിട്ടുണ്ട്. 1961 തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ഭാഷകള് നാടകങ്ങളിലൂടെ ഒരുപാട് ഞങ്ങള് KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ്, കാഫർ, പിന്നെ അതുപോലെ ചിരന്തന തിയേറ്റേഴ്സിലെ രാജ്യസഭ നാടകത്തില് ഞങ്ങൾക്ക് അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ്. രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. അമ്മയും ഒരേ സമയം തന്നെയാണോ ഈ ഞാൻ 63 ഇറങ്ങിയിട്ടുണ്ട്. അത് ശരി. അങ്ങനെ കുറെ. അപ്പൊ ഞങ്ങൾക്ക് ഈ സുഡാനിയിലൊക്കെ മുസ്ലിം ക്യാരക്ടർ നാടകങ്ങളിലൂടെ ചെയ്തിട്ട് പിന്നെ ആ ഭാഷയ്ക്കൊന്നും വളരെ വിഷമം തോന്നിയില്ല. നാടകം എന്ന് പറഞ്ഞാല് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, അതിന്റെ ബാക്കിലെത്തണം ഞങ്ങളെ എക്സ്പ്രഷനും ശബ്ദവും. അപ്പൊ ഞങ്ങൾക്കൊക്കെ കുറച്ച് ഓവറായി പോകും. അപ്പൊ സിനിമയിൽ അത് പാടില്ല. ആ ഒരു ദോഷം ഞങ്ങൾക്ക്, അത് ഞങ്ങൾക്ക് കുറച്ച് ഓവറായി പോവും. അപ്പൊ ഞങ്ങള് സംവിധായകരൊക്കെ നല്ലതിലും നല്ല സപ്പോർട്ട് ആയിരുന്നു. ഇപ്പൊ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ നാടകത്തിൽ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ നമുക്കൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റും? KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് നാടകത്തില് ഞാൻ ഒരുപാട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, അത് 10-16 വയസ്സുള്ള കുട്ടിയായിട്ടാ ഞാൻ ചെയ്തത്. അങ്ങനെ രണ്ടിലായിരുന്നു. ഫാത്തിത്താത്ത നമ്മൾ നിൽക്കുന്ന ഭൂമി ഉരുണ്ടിട്ടാന്നല്ല പറഞ്ഞത്. ആവളെ ഉരുണ്ടിട്ടാ, നമ്മളെ മതിരാറിനല്ലേ അതിൻ്റെ മാതിരി ഉരുണ്ടിട്ടാ. എന്നിട്ട് അതങ്ങനെ തിരിഞ്ഞുങ്ങാണ്ട് നിൽക്കണല്ലേ. ഞാൻ കുറെ ആലോചിച്ചു നോക്കി. എന്നിട്ട് നമ്മളെന്താ വീണോകാത്തത്? അതിന് ഭൂമിക്ക് എന്തോ സക്തിയൊക്കെ ഉണ്ടോ അല്ലേ? ഈ എൻ്റെ കാലീത് കാക്കനോടൊന്ന് ചോദിച്ചു നോക്കണ്ടി. അല്ലെങ്കിൽ മാണ്ട, അന്റെ ചെറുക്കാക്ക അതാ നിക്കണ, വിളിച്ച് ചോദിച്ചു നോക്ക്. ചോദിച്ചോക്ക. ചെറുക്കാക്ക ഇങ്ങോട്ട് വരീന്ന്. എന്താ അവളെ മനസ്സിനൊരു ഭാഗത്ത് നിൽക്കാൻ സമ്മതിക്കൂലോ? ചെറുക്കാക്ക കുറുക്കാക്ക നിട്ടുകൊണ്ട് എന്തായി? അല്ല ചെറുക്കാക്ക, നമ്മൾ നിൽക്കുന്ന ഭൂമി ഉരുണ്ടിട്ടാ. ആരേ എന്നോടത് പറഞ്ഞത്? ഭൂമി ഉരുണ്ടിട്ടാണ്. കണ്ണില്ലേ മുഖത്ത്? പറഞ്ഞങ്ങനെ കിടക്കണ കാണില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. മോണാക്ട് പോലെ തന്നെ അമ്മ അവതരിപ്പിച്ചു. അടിപൊളി. സർഗവേദികളെ, സ്വർഗഭൂമികളെ, യവനികഞ്ഞൊറിയുകയാ, ജീവിത മുഖപടമെഴുതുകയായി, കാലം കഥകളിൽ ഉണരുകയായി. ആഭിജാത്യവും ആഠ്യത്വമുള്ള ഒരു പഴയ നായർ തറവാടിന്റെ ഇരുണ്ട നാലുകെട്ടിനുള്ള ലേഖനായി വളർന്നവനാണ് ഞാൻ. നിങ്ങളെ കണ്ടാലും പറയും അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു, പിന്നെ ഇപ്പൊ എല്ലാം അറിയാം. അന്ന് ഒരു ചാന ആഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ തെരുവോരങ്ങളിൽ അലിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഈ ആൾക്കാരുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ വരുമ്പോഴേ മറ്റേ ഇല്ലേ, ഏതാണ് അനക്കണതാ ആക്കരുത്, ഷൈൻ ചെയ്യാൻ പ്രിയമുള്ളവരെ, അല്പസമയം ഞങ്ങൾക്കും ഇടവേള. എന്നെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇല്ല, മനസ്സിലായില്ല? ഈ കുമ്പളം സുധൻ എന്ന് കേട്ടിട്ടുണ്ടോ? പരിചയപ്പെടുത്തി കൊടുക്കും. കുമ്പളത്ത് നിന്ന് കുമ്പളസുധൻ ബിസിനസ് നാടക നടനാണ്. മനസ്സിലായില്ല? സുധാകരൻ, പഴയ സുധാകരൻ. അതെ, ഞാൻ ഡൈയൊക്കെ ചെയ്ത് ഒന്ന് റെഡിയായത്. ഇപ്പോ ഞാൻ വന്നത് പഴയ എൻ്റെ അപ്പൊ ഞാൻ ഒരു ഗൾഫ് ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പുതിയൊരു ഡ്രാമ ഞാൻ കൊണ്ടുപോകും. അപ്പോ നിങ്ങൾ രണ്ടുപേരും ആ നാടകത്തിൽ വേണം. മോൾക്ക് അഭിനയിക്കാൻ താല്പര്യം? ഞാൻ അഭിനയിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാടകത്തിൽ ഒരുപാട് ഭാവിയുണ്ട്. ഒരു ഇതുമല്ല, ഇപ്പോഴും 250 രൂപ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് തരും. 5 പൈസ കുറയ്ക്കും. 250 രൂപ വണ്ടിക്കാശ്. 250 രൂപ വണ്ടിക്കാശ്. ഇവര് സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇവിടെ പഴയ നാടകത്തിന്റെ ടച്ച് വിട്ടുപോയെന്നൊരു സംശയം. അതേപോലെ എക്സ്പ്രഷൻ ഒക്കെ വരൂ. രണ്ടുപേരും ഒരാളെ സെലക്ട് ചെയ്യാം. നിങ്ങൾ മത്സരിച്ച് അഭിനയിക്കൂ. നന്നായിട്ട് ആരെ എക്സ്പ്രഷൻ വാരി ഇടുന്നു അവരെ നമുക്ക്. നിന്റെ ഡയറക്ഷൻ ഒന്ന് കേട്ടോ. അവിടെ നിൽക്കും നീ. ഞാൻ അവിടെ നിൽക്കാം. അവിടെ നിൽക്കും. ലൈറ്റ് മൂവ്മെന്റ്സ് നോക്കിയിട്ട് കേട്ടോ. അവിടെ ഓക്കെ, നമുക്ക് ചെയ്യാം. ഒരു സോങ് പ്ലേ ചെയ്യോ അവിടെ?
നായികയാക്കുന്നുള്ള കൺഫ്യൂഷനാണ് ആ കുട്ടിക്ക് ഒരു പോഷൻ കൊടുക്കണം. അതായത് എന്നും സിനിമയിൽ പിടിച്ചു നിൽക്കാന്നുള്ള വിചാരമൊന്നും നാടകത്തിലേക്ക് ഇറങ്ങുക. ഒരു ചെറിയ ഡയലോഗ് കൊടുത്തു നോക്കൂ. അതായത് കാമുകിമാരുമായിട്ട് പാട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മുതിര ഒരു പാത്രത്തിൽ മുതിരയുമായിട്ട് അനന്യ വരികയാണ്. ഒന്ന് വന്നേ വരാ എല്ലാരെ കൊണ്ട് പറ്റും. ഇനി ഡയലോഗ് ഞാൻ പറഞ്ഞത് അതുപോലെ പറയണം. ഉരിയ മുതിര ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ മുതിര ഉരുളുമോ? ഉരുളിന്റെ കേസല്ല. ഉരിയ മുതിര ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ മുതിര ഉരുളുമോ? ഉരിയ ഉരുള അല്ല ഉരിയ മുതിര ഉരുളിലിട്ടാൽ ഉരുള ഉരുള. അതെ അതിത്തിരി പ്ലീസ് അതെ എനിക്ക് അല്ല കുറച്ച് എളുപ്പമായിട്ടുള്ള ഡയലോഗ് ഈ ഉരുളനല്ലാണ്ട്. സിനിമയിൽ ഓഡിയേഷൻ വെച്ചിരുന്നെങ്കിൽ ഡയലോഗ് പറഞ്ഞ കുട്ടി അയ്യോ സിനിമയിലാണെങ്കിലും ഞാൻ അവരോട് വേറൊരു ചേട്ടാ ഉരിയ മുതിര ഉരുളിയിലിട്ടാൽ ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ മുതിര ഉരുളുമോ? ഉരുളി ഉരുളുമോ മുതിര ഉരുളുമോ? നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കാം. പിന്നെ ഒരു മിനിറ്റ് അവര് കേൾക്കണ്ട. ഈ വലിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് കാര്യമില്ല, നാക്ക് പിടിക്കണം. സുഡാനി ഫ്രം നൈജീരിയ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിലെ ക്യാരക്ടർ എന്ന് വെച്ചാൽ വളരെ നാടൻ ക്യാരക്ടറായിരുന്നു. ഓക്കെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡാഗിനിയിൽ. ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത്? ആദ്യം ഫ്രോക്കൊക്കെ ഇടാനൊരു ചമ്മലായിരുന്നു. പിന്നില്ല ഞങ്ങൾ ആ ക്യാരക്ടറോട് നല്ല നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു ഒരു ഡയലോഗ് വന്നിട്ടുണ്ട്, നമ്മളൊക്കെ പ്രേമിക്കുന്ന കാലത്ത് വാട്സപ്പ്, അതിനെ കുറിച്ചൊന്ന് പറയൂ. നമ്മളൊക്കെ പ്രേമിച്ച് നടക്കുന്ന കാലത്തെ ഈ വാട്സാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തകർത്തേനെ. നമസ്കാരം. ഞങ്ങൾ ഡാഗിനി സിനിമ കണ്ടായിരുന്നു, വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പൊളിച്ചടുക്കി. അതുപോലെ തന്നെ നീ പറയാനുള്ളത് പറഞ്ഞാൽ സുഡാനിയും കണ്ടായിരുന്നു. സുഡാനിൽ ആ ഫുട്ബോൾ കളിച്ചപ്പം കാല് ചെയ്യാത്ത നൈജീരിയ പയ്യനെ നോക്കിയതല്ല നോക്കിയാണൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത് എൻ്റെ അളിയൻ ഇങ്ങനെ പിള്ളേരുമായിട്ട് ഫുട്ബോൾ കളിച്ച സമയത്ത് ഇങ്ങനെ കോർണർ കിക്ക് എടുക്കാൻ വേണ്ടി ബോൾ എടുത്ത് ഇങ്ങനെ വെച്ച് അപ്പൊ ഈ വസ്തുവിന്റെ സർവേക്കല്ല് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് മാറിപ്പോയി, ഓടി വന്നപ്പോൾ അളിയന് മാറിപ്പോയി സർവേക്കല്ല് വെച്ച് അടിച്ചു കൊടുത്ത് എന്ത് ചെയ്യാൻ അമ്മമാരെ കയ്യിലോട്ട് നേപ്പിക്കുകയാണ്. കുറച്ച് നാളത്തേക്ക് ഒന്ന് നോക്കണം. അപ്പൊ നോക്കോ എന്താ അതെ എനിക്ക് കുറെ മെനൂസ് ഒക്കെ ഉണ്ട്. എന്തൊരു മെനു? ഭക്ഷണം. അത് പിന്നെ അവർ തരാതിരിക്കും. ഇവിടെ ആ ചെറുക്കന് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ കൊടുക്കാം. എന്ത് പാവം അമ്മച്ചിയാണ്. എനിക്ക് രാവിലെ ഒരു 6:30 ആകുമ്പോ ഒരു ചായ. അത് പിന്നെ കുഴപ്പമില്ല. അതിനകത്ത് ബൂസ്റ്റ് വേണം, അത് മസ്റ്റാ. വീട്ടിൽ കട്ടൻ കാപ്പി കൊടുക്കുമ്പോൾ അതിനകത്ത് പഞ്ചാര പോലും ഇട്ട് കൊടുക്കാറില്ല, പണിക്ക് പോകാറില്ല. അതുകൊണ്ടായിരിക്കും ആ വാശി തീർക്കാനായിരിക്കും. ഒരു 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. വലുതൊന്നും വേണ്ട, നിസ്സാര സംഭവം മതി. അത് ഈ ചോളം പുഴുങ്ങിയതില്ലേ, അതാകുമ്പോ പഞ്ചാബ് വരെ പോയാൽ മതിയല്ലോ, ശുദ്ധമായ ചോളം കിട്ടുമല്ലോ. ഒരു 9:30-10 മണിയാകുമ്പോൾ സ്നാക്സോ നമ്മളിങ്ങനെ പെറുക്കി തിന്നിയില്ല. സ്നാക്സ് വല്ലോ? അത് തന്നെ, അതിനാണ് ക്ലാസ് എന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഒരു സ്നാക്സ് എന്താണ്? ഒരു 10-15 ബദാം പരിപ്പോ. 12 മണിയാകുമ്പോൾ അളിയിൽ അറിയാലോ സംഭവം എന്നാണ്. 12 മണിയാകുമ്പോ ക്ലോക്കിലെ സൂചി രണ്ടും കൂടെ ഒരേപോലെ നിൽക്കും. അതാണ് പറഞ്ഞത്. ഊണ് അത് പിന്നെ ഒരു വീട്ടിൽ കിട്ടായിരിക്കും അളിയ. എന്താ ഊണ് 12 മണിയാകുമ്പോൾ അളിയെ കൊടുക്കാൻ പറ്റുമല്ലോ നോക്കുമ്പോ. ഊണ് അത് ചമ്പാവരി അരി വേണം. എത്ര വയസ്സുണ്ട്? 19 വയസ്സുണ്ട്. 19 വയസ്സ് വരെ എത്രയെന്ന് പറഞ്ഞ റേഷൻ അരി തിന്നുന്നത്. അതുകൊണ്ടായിരിക്കും ചമ്പാവരി ചോദിച്ചത്. കുഴപ്പമില്ലല്ലേ? പിന്നെ വേറെ സംഭവം ഒന്നുമില്ലല്ലോ. പിന്നെ ഇന്ന് രാത്രിക്ക് അറിയാലോ അത്താഴം. കട്ടി വേണ്ട 12 ചപ്പാത്തി, ഒരു 2 പ്ലേറ്റ് ചിക്കൻ ഫ്രൈ, ഒരു ചിക്കൻ കറി, ചിക്കൻ ചാപ്സ് എല്ലാം കൂടെ കൂട്ടിയൊരു സംഭവം. അത് മതി. ഇനി ഒരു കോഴിയെ ചെയ്യാൻ ഒന്നുമില്ല. ചിക്കൻ കറിയും ചാപ്സും. അല്ല ഇതിനേക്കാളും നല്ലത് ഒരു ആനയെ വാങ്ങി തളച്ച് കെട്ടിട്ട് അതിനെ നോക്കുന്നല്ലേ. പൈസയും കിട്ടിയില്ല, വെറുതെ ആയിരുന്നു ഓവർ ആക്ഷൻ ചെയ്ത്. നിങ്ങൾക്ക് 2 പേർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഒരാള് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? രാഹുൽ റെജി നായർ
നമ്മുടെ ഡാഗിനിയുടെ ഡയറക്ടറാണ്. ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. ഫസ്റ്റ് ഫിലിം തന്നെ 4 അവാർഡൊക്കെയാണ് കിട്ടിയത്. ഒറ്റ മുറി വെളിച്ചം എന്നാണ് ആ ഫിലിമിന്റെ പേര്. ആ ഒറ്റ മുറി വെളിച്ചം കൊണ്ട് 4 സ്റ്റേറ്റ് അവാർഡ് കൊണ്ട് പോയ ആളാണ്. ഇതുപോലെ അമ്മമാരെ വെച്ചിട്ട് നല്ലൊരു സിനിമ എടുത്തതിൽ ഒത്തിരി താങ്ക്സ് പറയുന്നു. കാരണം ഇവർക്ക് നല്ലൊരു അയ്യോ എക്സ്ക്യൂസ് മീ സർ, ഹലോ രാഹുൽ സർ അല്ലേ? അയ്യോ സർ, പടം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അടുത്ത പടം ഇതുവരെയായി ആയിട്ടുണ്ടല്ലേ? പക്ഷെ നായികയായി കാണില്ലേ, എനിക്കറിയാം. പറഞ്ഞു കൊടുക്കും, ഞാൻ റെഡി, അഭിനയിക്കും നന്നായിട്ട്. ഇത് ഞങ്ങളുടെ മേഡമാണ്. അല്ല പക്ഷെ ഞാൻ നല്ല ഉടുപ്പാണ്, നന്നായിട്ട് ഡാൻസ് കളിക്കും. സൂപ്പർ, അടിപൊളിയാ. അതുപോലെ എന്റെ ബൊട്ടിക്കാണത്. ഞാൻ ഹണി. ഹൈ, നൈസ് ടു മീറ്റ് യു. അടുത്ത പടം എടുക്കുമ്പോൾ ഡിസൈനറായിട്ട് എന്നെ തന്നെ വിളിക്കണേ. ഞാൻ ഭയങ്കര ഡിസൈനറാണ്. ഞാൻ ഇവരെയൊക്കെ നല്ല അടിപൊളിയാക്കി തരാം. പടം കണ്ടു, എനിക്ക് ചാൻസ് ഒന്നും വേണ്ട. എന്റെ കടയിൽ നിന്ന് ഒരു കോഫി കുടിച്ചാൽ മതി. അയ്യോ സാറേ, കുടിക്കില്ല സാറേ. അയ്യോ സാറേ, അയ്യോ സാറിന്റെ അടുത്ത പടത്തിൽ എനിക്ക് നായിക ആവാനുള്ളതാണ്. ഈ പടം കൂടെ എടുത്തിട്ട് സാർ ആ കോഫി കുടിച്ചാൽ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം രാഹുൽ. ഇതുപോലെ നല്ല സിനിമകൾ ഉണ്ടാക്കിയത്. ഒറ്റമുറി വെളിച്ചം പോലെ, ഡാഗിന് പോലെ ഇനിയും നല്ല നല്ല സിനിമകൾ രാഹുലിന്റെ ഡിറക്ഷനിൽ ഉണ്ടാവട്ടെ. അമ്മമാർക്കും നല്ല നല്ല സിനിമകൾ ഇനി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അടുത്ത പടത്തിന്റെ സക്സസ് നമ്മൾ ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്കൊരു അടിച്ചു പൊളി ഒരു പാട്ടൊക്കെ കേട്ട് നമുക്ക് പിരിയാം. ഓക്കെ സുനിലേ, ഒരു പാട്ട്.